കോളേജ് 4 മണിക്ക് വിട്ടതാണ്. ഇപ്പോൾ സമയം 5 കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെ ബസ്സൊന്നും വന്നില്ല. വഴിയിൽ എന്തോ ആക്സിഡൻറ്റ് നടന്നതുകൊണ്ട് റോഡെല്ലാം ബ്ലോക്കാണ്. പല കുട്ടികളെയും പേരൻസ് വന്ന് കൂട്ടിക്കൊണ്ടുപോയി. ധ്രുവിയാണെങ്കിൽ ഫോണും എടുത്തില്ല. സമയം മുൻപോട്ട് നീങ്ങുമ്പോൾ ബസ് സ്റ്റോപ്പിൽ ധ്രുവി മാത്രം അവശേഷിച്ചു. മോളെ, വീട്ടിൽ നിന്ന് ആരെയെങ്കിലും വിളിക്കാൻ വയ്യേ? തൊട്ടടുത്ത കടയിൽ നിന്ന് പ്രായം ചെന്ന മനുഷ്യൻ അവളോട് ചോദിച്ചു. ഞാനിന്ന് ഫോൺ എടുക്കാതെയാണ് വന്നത്, ധ്രുവി വിഷമത്തോടെ അദ്ദേഹത്തോട് പറഞ്ഞു. മോള് വിഷമിക്കാതെ, കുറച്ച് മുൻപോട്ട് നടന്നാൽ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്, അവിടുന്ന് ഓട്ടോ കിട്ടും. അദ്ദേഹം പറയുന്നത് കേട്ട് ധ്രുവി എഴുന്നേറ്റ് ഓട്ടോ സ്റ്റാൻഡിലേക്ക് നടന്നു. റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് എല്ലാ ഓട്ടോക്കാർക്കും ഓട്ടമുണ്ട്. സ്റ്റാൻഡിൽ ഓട്ടോ ഒന്നുമില്ല. നടന്നു വന്നതുകൊണ്ട് ധ്രുവി നന്നായി കിതയ്ക്കുന്നുണ്ടായിരുന്നു. തൊണ്ടയെല്ലാം വറ്റി വരളുന്നത് പോലെ, തലയ്ക്ക് വല്ലാത്ത ഭാരം പോലെ, കണ്ണിൽ ഇരുട്ട് വന്ന് നിറയുന്നു. ധ്രുവി 2 കൈകൊണ്ടും തൻ്റെ തലയിൽ ശക്തമായി അമർത്തി പിടിച്ചു. വയറ്റിൽ നിന്നും എന്തോ ഉരുണ്ട് കയറുന്നതായി തോന്നിയതും ഛർദ്ദിച്ചതും ഒരുപോലെയായിരുന്നു. 2-3 പ്രാവശ്യം അടുപ്പിച്ച് ധ്രുവി ഛർദ്ദിച്ചു. മുഴുവൻ ബ്ലഡ്. അപ്പോഴേക്കും മൂക്കിൽ നിന്നും രക്തമൊഴുകി തുടങ്ങി. തൻ്റെ ശരീരം തളരുന്നത് പോലെ ധ്രുവിക്ക് തോന്നി. വാടിത്തളർന്ന ആ റോഡിൽ ധ്രുവി ബോധം കെട്ടുവീണു. ധ്രുവിയെ കാണാതെ സ്റ്റെല്ലയും ക്ലാരയും ടെൻഷനോടെ നടക്കുവാണ്. ജോണി ധ്രുവിയെ അന്വേഷിച്ച് പോയേക്കുവാണ്. സ്റ്റെല്ല കരച്ചിലിൻ്റെ വക്കോളം എത്തിയിട്ടുണ്ട്. ഗേറ്റ് കടന്ന് ഒറ്റയ്ക്ക് വരുന്ന ജോണിയെ കണ്ടപ്പോൾ സ്റ്റെല്ല കരയാൻ തുടങ്ങി. ഇച്ചായ, മോളെ കണ്ടില്ലേ? ക്ലാര ജോണിയുടെ അടുത്ത് ചെന്നുകൊണ്ട് ചോദിച്ചു. അപ്പോഴേക്കും ധ്രുവിയുടെ ഫോൺ റിങ് ചെയ്തു തുടങ്ങി. എന്നും കോളേജ് വിട്ട് വീട്ടിലെത്തിയാൽ കുരിയച്ചനെ വിളിച്ച് അന്നത്തെ വിശേഷം മുഴുവൻ പറയുന്നതാണ്. ഇന്ന് ആ വിളി വരാത്തതുകൊണ്ട് കുരിയച്ചൻ വിളിച്ചതാണ്. തൻ്റെ കയ്യിലിരുന്ന് റിങ് ചെയ്യുന്ന ഫോണിലേക്ക് നിറക്കണ്ണുകളോടെ നോക്കിക്കൊണ്ട് സ്റ്റെല്ല കോൾ അറ്റൻഡ് ചെയ്തു. വല്യപ്പച്ച, കുരിയച്ചൻ എന്തെങ്കിലും പറയുന്നതിന് മുൻപേ കരഞ്ഞുകൊണ്ടുള്ള സ്റ്റെല്ലയുടെ വിളി കേട്ടു. എന്തു പറ്റി മോളെ? എന്തിനാ എൻ്റെ മോള് കരയുന്നേ? കുരിയച്ചൻ സ്റ്റെല്ലയോട് തിരക്കി. ധ്രുവിയെ കാണുന്നില്ല വല്യപ്പച്ച, തേങ്ങിക്കരഞ്ഞുകൊണ്ട് സ്റ്റെല്ല പറഞ്ഞു. എൻ്റെ കർത്താവേ, എൻ്റെ കൊച്ചിന് എന്തു പറ്റി? എന്നതാ മോളെ നീ പറയുന്നത്? കുരിയച്ചൻ്റെ സംസാരം കേൾക്കെ പാലമറ്റത്തിലെല്ലാവരും കാര്യമറിയാതെ പരസ്പരം നോക്കി. കോളേജിൽ പോയതാ വല്യപ്പച്ച, ഇതുവരെ മടങ്ങി വന്നിട്ടില്ല. അപ്പച്ചൻ ഇപ്പോൾ പോയി അന്വേഷിച്ചിട്ട് വന്നിട്ടേ ഉള്ളൂ. എനിക്ക് പേടിയാവുന്നു വല്യപ്പച്ച, സ്റ്റെല്ല പറഞ്ഞു. മോള് കരയാതെ, ഞങ്ങളിപ്പോൾ വരാം. കുരിയച്ചൻ അതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. എന്നതാടാ പ്രശ്നം? മാത്യൂസ് കുരിയച്ചൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ധ്രുവി മോളെ കാണുന്നില്ലെന്ന്. കോളേജിൽ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല, കുരിയച്ചൻ പറഞ്ഞു. ചേട്ടായി എന്തൊക്കെയായി പറയുന്നേ? കൊച്ചെവിടെ പോകാനാ? ട്രീസ അല്പം ടെൻഷനോടെ ചോദിച്ചു. സംസാരിച്ചു നിൽക്കാൻ സമയമില്ല, നമുക്കിപ്പോൾ തന്നെ അങ്ങോട്ട് പോകാം, കുരിയച്ചൻ പറഞ്ഞതും എല്ലാവരും ക്ലാരയുടെ വീട്ടിലേക്ക് പോയി. സ്റ്റെല്ലയും ക്ലാരയും കരച്ചിലാണ്. ജോണി എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുകയാണ്. ലിപിച്ച, കുരിയച്ചനെ കണ്ടതും സ്റ്റെല്ല കരഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. പെട്ടെന്ന് കുരിയച്ചൻ്റെ ഫോൺ റിങ് ചെയ്തു. പരിചയമില്ലാത്ത നമ്പറായിരുന്നു. അദ്ദേഹം കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ, ആരാ? കോൾ എടുത്തതും കുരിയച്ചൻ ചോദിച്ചു. മേരി മാത ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത്. കുറച്ചു മുൻപ് ഇവിടെ ഒരു പെൺകുട്ടി അഡ്മിറ്റ് ചെയ്തിരുന്നു, ധ്രുവിത ലക്ഷ്മി. ആ കുട്ടിയുടെ കോളേജ് ബാഗിലുണ്ടായിരുന്ന ID കാർഡിൽ നിന്നും കിട്ടിയ നമ്പറാണിത്. ഹോസ്പിറ്റലിൽ നിന്നും കോൾ വന്നതും ധ്രുവിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞില്ലെങ്കിലും എല്ലാവരും കൂടി ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു. ധ്രുവിത ലക്ഷ്മി റിസപ്ഷനിൽ ചെന്ന് ആൽബി തിരക്കി. ICUവിലാണ്, സിസ്റ്റം ചെക്ക് ചെയ്ത് റിസപ്ഷനിസ്റ്റ് പറഞ്ഞു. ICU എന്ന് കേട്ടതും എല്ലാവരുടെയും ടെൻഷൻ കൂടി. ICUവിന് മുൻപിലെ ബെല്ലിൽ വിരലമർത്തി അവർ വെയിറ്റ് ചെയ്തു. 10 മിനിറ്റിന് ശേഷം ഒരു നേഴ്സ് പുറത്തേക്ക് വന്നു. ധ്രുവിത ലക്ഷ്മി, ജോൺ പുറത്തേക്ക് വന്ന നേഴ്സിനോട് ചോദിച്ചു. നിങ്ങൾ ആ കുട്ടിയുടെ ബന്ധുക്കളാണോ? ഞാൻ ഡോക്ടറെ വിളിക്കാം. അതും പറഞ്ഞ നേഴ്സ് വീണ്ടും അകത്തേക്ക് പോയി. എല്ലാവരും അക്ഷമരായി ICUവിന് പുറത്തു നിന്നു. സമയം ഒച്ചിഴയുന്നത് പോലെയാണ് പോകുന്നതെന്ന് എല്ലാവർക്കും തോന്നി. അരമണിക്കൂറിന് ശേഷം അല്പം പ്രായം ചെന്ന ഒരു ഡോക്ടർ ICUവിൽ നിന്നും പുറത്തേക്ക് വന്നു. ധ്രുവിത ലക്ഷ്മിയുടെ റിലേറ്റീവ്സ് തൻ്റെ മുഖത്തിരുന്ന കണ്ണാടി അല്പം കൂടി ഉയർത്തി വെച്ചുകൊണ്ട് ഡോക്ടർ തരകൻ തൻ്റെ മുൻപിൽ നിൽക്കുന്നവരെ ഒന്ന് നോക്കി. അതെ ഡോക്ടർ. ഡോക്ടർ തിരക്കിയതും ആൽവി മറുപടി പറഞ്ഞു. ഓക്കെ, ദാ ഇവരാണ് ആ കുട്ടിയെ ഇവിടെ കൊണ്ടുവന്നത്. ICUവിന് ഒരു സൈഡിലായി നിൽക്കുന്ന 4 ചെറുപ്പക്കാരെ നോക്കി ഡോക്ടർ പറഞ്ഞു. തല കറങ്ങി റോഡിൽ വീണതാണ്. ബട്ട് ആ കുട്ടി കുറച്ചധികം ബ്ലഡ് വൊമിറ്റ് ചെയ്തിരുന്നു. മൂക്കിൽ നിന്നും ബ്ലഡ് വന്നിട്ടുണ്ട്. ആ കുട്ടിയുടെ ബോഡി വളരെ വീക്കാണ്. ബ്ലഡ് ടെസ്റ്റിനും കൾച്ചർ ചെയ്യാനും കൊടുത്തിട്ടുണ്ട്. റിസൾട്ട് വന്നിട്ട് ഡീറ്റെയിൽസ് പറയാൻ പറ്റൂ. ആ കുട്ടിക്ക് ഇതുവരെ ബോധം വീണിട്ടുമില്ല, ഡോക്ടർ അവരോട് പറഞ്ഞു. ഞങ്ങൾക്കാർക്കെങ്കിലും ഒന്ന് കാണാൻ പറ്റുമോ? ഡോക്ടർ പറഞ്ഞതും മാത്യൂസ് ചോദിച്ചു. ICUവിൽ വിസിറ്റേഴ്സ് അലൗഡ് അല്ല. ആ കുട്ടിക്ക് ബോധം വീഴട്ടെ. ബ്ലഡ് ടെസ്റ്റിൽ മറ്റ് കുഴപ്പങ്ങളില്ല എങ്കിൽ റൂമിലേക്ക് മാറ്റാം. പിന്നെ ICUവിന് മുൻപിൽ എല്ലാവർക്കും കൂടി ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. വെയിറ്റിംഗ് ഏരിയയിൽ 2 പേർക്ക് നിൽക്കാം. ബാക്കിയുള്ളവർക്ക് വേണമെങ്കിൽ റൂം എടുക്കാം. ഡോക്ടർ അതും പറഞ്ഞ് വീണ്ടും ICUവിലേക്ക് കയറിപ്പോയി. റിലേറ്റീവ്സ് എത്തിയതുകൊണ്ട് ധ്രുവിയെ കൊണ്ടുവന്നവർ മടങ്ങിപ്പോയി. കുരിയച്ചനും ജോണും ICUവിൽ വെയിറ്റിംഗ് ഏരിയയിൽ ഇരുന്നു. ബാക്കിയുള്ളവർ റൂമിലും.
ഡോക്ടറിൽ നിന്നറിഞ്ഞ ധ്രുവിയുടെ കാര്യങ്ങൾ എല്ലാവരിലും വിഷമമുണ്ടാക്കി. പരസ്പരം ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും കഴിയാതെ എല്ലാവരും തകർന്നിരുന്നു. വൈകിട്ട് ക്രിസ്റ്റി ആൽവിയെ വിളിച്ചിരുന്നു. അനൂപിൻ്റെ അനിയന് ക്രിട്ടിക്കലാണ്, തിരുവനന്തപുരം ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുവാണ്. ക്രിസ്റ്റിയും കൂടെ പോകുമെന്ന് പറഞ്ഞിരുന്നു. ഫോണിൽ ചാർജില്ല, ചിലപ്പോൾ വിളിച്ചാൽ കിട്ടില്ല, 3 ദിവസം കഴിഞ്ഞേ വരൂ എന്നും പറഞ്ഞിരുന്നു. ആൽവി ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ മുതൽ ക്രിസ്റ്റിയെ വിളിക്കുവാണ്. ഔട്ട് ഓഫ് റേഞ്ച് ആണ്. പിറ്റേ ദിവസം രാവിലെ റൗണ്ട്സ് കഴിഞ്ഞപ്പോൾ ICUവിൻ്റെ സൈഡിലെ ഗ്ലാസ് വിൻഡോയിലൂടെ കർട്ടൺ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു നേഴ്സ് അല്പം മാറ്റിക്കൊടുത്തു. കുര്യച്ചനും ജോണും ആ ഗ്ലാസ് വിൻഡോയിലൂടെ ധ്രുവിയെ കണ്ടു. ഓക്സിജൻ മാസ്ക് വെച്ചിട്ടുണ്ട്, ട്രിപ്പ് എന്തോ കയറുന്നുണ്ട്. ധ്രുവിക്കരികിൽ ചില മോണിറ്ററുകൾ തെളിഞ്ഞു കാണാം. 2 മണിക്കൂറുകൾക്ക് ശേഷം ധ്രുവി കണ്ണു തുറന്നു. ടെസ്റ്റ് റിസൾട്ട് കൂടി വന്നപ്പോൾ ധ്രുവിയെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരുന്നു. ഡോക്ടർ തരകനൊപ്പം നന്നായി പ്രായം ചെന്ന ഒരു ഡോക്ടർ കൂടി ധ്രുവിയുടെ റൂമിലേക്ക് വന്നു. ഇദ്ദേഹം ഡോക്ടർ സുനിൽ ചന്ദ്രൻ. ധ്രുവിയുടെ ബ്ലഡ് ടെസ്റ്റിൽ കുറച്ച് വേരിയേഷൻസ് ഉണ്ട്, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, തരകൻ ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ സുനിൽ ചന്ദ്രൻ ധ്രുവിക്കരികിലേക്ക് ചെന്നു. ഇതിനു മുൻപ് എപ്പോഴെങ്കിലും ബ്ലഡ് വൊമിറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഡോക്ടർ ചോദിച്ചതും ധ്രുവി പറഞ്ഞു. ഈ പാടുകൾ വന്നിട്ട് എത്ര നാളായി? ധ്രുവിയുടെ ശരീരത്തിൽ പലയിടങ്ങളിലായി ചുണങ്ങ് പോലെ കാണുന്ന പാടുകളിലേക്ക് നോക്കിക്കൊണ്ട് ഡോക്ടർ ചോദിച്ചു. 1 ആഴ്ചയോളമായി. ഓക്കെ, ഒരു ടെസ്റ്റ് കൂടി ചെയ്തു നോക്കാം, അതിൻ്റെ റിസൾട്ട് വന്നിട്ട് നമുക്ക് സംസാരിക്കാം. ധ്രുവിയുടെ ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്തിട്ടാണ് ഡോക്ടേഴ്സ് മടങ്ങിയത്. ധ്രുവിയുടെ ബ്ലഡ് സാമ്പിൾ MCED ടെസ്റ്റിന് വേണ്ടി ലാബിലേക്ക് അയച്ചു. MCED ബ്ലഡ് ക്യാൻസർ ഏറ്റവും വേഗം കണ്ടെത്താൻ കഴിയുന്ന ടെസ്റ്റാണ്. മണിക്കൂറുകൾക്കുള്ളിൽ ടെസ്റ്റ് റിസൾട്ട് വന്നു. ഡോക്ടേഴ്സിൻ്റെ സംശയം ശരിവെക്കുന്നതായിരുന്നു റിസൾട്ട്. ഡോക്ടേഴ്സ് ധ്രുവിയുടെ റൂമിലേക്ക് ചെന്നു. ധ്രുവിയുടെ ബ്ലഡ് റിസൾട്ട് വന്നിട്ടുണ്ട്, തരകൻ ഡോക്ടർ എല്ലാവരോടുമായി പറഞ്ഞു. തൻ്റെ രോഗാവസ്ഥ എന്താണെന്ന് ആദ്യം തിരിച്ചറിയേണ്ടത് രോഗിയാണ്. അതുകൊണ്ട് തന്നെ ധ്രുവിതയോട് ഞങ്ങൾ ഒന്നും മറച്ചു വയ്ക്കുന്നില്ല. തരകൻ ഡോക്ടർ പറയുന്നത് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുകയാണ്. MCED ടെസ്റ്റിന് വേണ്ടിയായിരുന്നു നേരത്തെ ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്തത്. ബ്ലഡ് വോമിറ്റിംഗ്, മൂക്കിൽ നിന്നുമുള്ള ബ്ലീഡിംഗ്, ശരീരത്തിൽ കാണുന്ന പാടുകൾ, ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ ചെറിയ സംശയമുണ്ടായിരുന്നു. ധ്രുവിതയ്ക്ക് ബ്ലഡ് ക്യാൻസറാണ്. ഡോക്ടറിൻ്റെ വാക്കുകൾ ഒരു ഇടിമുഴക്കം പോലെയാണ് എല്ലാവരും കേട്ടത്. ട്രീറ്റ്മെൻറ്റ് എത്രയും വേഗം തുടങ്ങണം. 2nd സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഓങ്കോളജിസ്റ്റുമായി സംസാരിച്ചിട്ടുണ്ട്. ഡോക്ടറിൻ്റെ വാക്കുകൾ കേൾക്കെ എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? നമ്മുടെ മെഡിക്കൽ രംഗം ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട്. രോഗനിർണയം എളുപ്പം നടത്താൻ കഴിയുന്നത് പോലെ ചികിത്സയുമുണ്ട്. നിറഞ്ഞൊഴുകുന്ന ധ്രുവിയുടെ കണ്ണുനീർ കണ്ട് കവളിൽ ചെറുതായി തട്ടിക്കൊണ്ട് ഡോക്ടർ പറഞ്ഞു. മെഡിസിൻ തുടങ്ങുമ്പോൾ ചികിത്സിക്കുന്ന ഡോക്ടറോടും മെഡിസിനോടും വിശ്വാസം വേണം. അതുപോലെ രോഗത്തിൽ നിന്നും മുക്തി ലഭിക്കുമെന്ന ആത്മവിശ്വാസവും വേണം. കൃത്യമായി ചികിത്സിച്ചാൽ അസുഖം ഭേദമാകും. അശ്രദ്ധ വന്നാൽ അതുപോലെ അപകടകാരിയാണ് ക്യാൻസർ, അറിയാമല്ലോ. ഡോക്ടർ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് പുരുഷന്മാരെയും കൂട്ടിക്കൊണ്ട് പുറത്തേക്കിറങ്ങി. ഓങ്കോളജിസ്റ്റിൻ്റെ അടുത്തേക്കാണ് അവർ പോയത്. ഡോക്ടർ ഐസക്, ഓങ്കോളജിസ്റ്റ്. ധ്രുവിയുടെ കാര്യങ്ങളെല്ലാം തരകൻ ഡോക്ടർ പറഞ്ഞു കാണുമല്ലോ. 2nd സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ട്. ട്രീറ്റ്മെൻറ്റ് എത്രയും വേഗം തുടങ്ങണം. കഴിയുമെങ്കിൽ നാളെ തന്നെ കീമോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യണം. ആ കുട്ടിയുടെ ബോഡി വളരെ വീക്കാണ്. കീമോ സക്സസ് ആകുമോ എന്ന് പറയാൻ ആകില്ല. എന്തായാലും നമുക്ക് നോക്കാം. പിന്നെ ആ കുട്ടിയുടെ മുൻപിൽ വിഷമിച്ചിരിക്കാതെ ധൈര്യം കൊടുക്കുക, ഡോക്ടർ ഐസക് പറഞ്ഞു. ഡോക്ടറിൻ്റെ നിർദ്ദേശങ്ങളെല്ലാം അനുസരിച്ച് അവർ പുറത്തേക്കിറങ്ങി. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ ധ്രുവി ഒഴികെ ബാക്കി എല്ലാവരോടും പറഞ്ഞു. എല്ലാവരും ധ്രുവിക്ക് ധൈര്യം കൊടുത്ത് സംസാരിക്കുമ്പോൾ അവളുടെ മനസ്സ് പലവിധ ചിന്തകളിൽ മുഴുകിയിരുന്നു. നമുക്ക് വിഷമം വരുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച വാക്കുകളായിരിക്കും മനസ്സിൽ ആദ്യം എത്തുന്നത്. ധ്രുവിയുടെ മനസ്സും അവളെ വേദനിപ്പിച്ച ആ വാക്കുകളെ തേടിപ്പോയി. പിറ്റേ ദിവസം രാവിലെ ധ്രുവിക്കുള്ള ആദ്യ കീമോ സ്റ്റാർട്ട് ചെയ്തു. ശരീരത്തിലെ ക്യാൻസർ കോശങ്ങളെ നേരിട്ട് ലക്ഷ്യമിടുന്ന ശക്തമായ മരുന്നുകളാണ് കീമോതെറാപ്പിയിൽ ഉപയോഗിക്കുന്നത്. രക്താർബുദത്തിൽ കീമോതെറാപ്പി റേഡിയേഷനുമായി സംയോജിപ്പിച്ച് ഉപയോഗിക്കാറുണ്ട്. ഫസ്റ്റ് കീമോ തുടങ്ങി പകുതിയായപ്പോൾ തന്നെ ധ്രുവി തളർന്നു തുടങ്ങി. ധ്രുവിയുടെ കരച്ചിൽ ആ മുറിയിൽ ഉയർന്നു തുടങ്ങി. കീമോയ്ക്കൊപ്പം റേഡിയേഷൻ കൂടി ആയപ്പോൾ ധ്രുവി അവശയായിരുന്നു. അവളുടെ ശരീരത്തിനത് താങ്ങാൻ കഴിയില്ല എന്ന് മനസ്സിലായപ്പോൾ പകുതിയിൽ കീമോ സ്റ്റോപ്പ് ചെയ്തു ധ്രുവിയെ റൂമിലേക്ക് മാറ്റി. ബെഡിൽ തളർന്നു കിടക്കുന്ന ധ്രുവിക്കരികിലേക്ക് കുര്യച്ചൻ ചെന്നിരുന്നു. ഒരൊറ്റ ദിവസം കൊണ്ട് അവൾ ആകെ മാറി. ആ പഴയ ധ്രുവി ആയിരുന്നില്ല അവർക്ക് മുൻപിലുള്ളത്. കണ്ണിന് ചുറ്റും കറുപ്പ് പടർന്ന്, ചുണ്ടുകൾ കറുത്ത്, ക്ഷീണം വിളിച്ചോതുന്ന മുഖം. മോളെ, ധ്രുവിയുടെ മുടിയിൽ പതിയെ തഴുകിക്കൊണ്ട് കുര്യച്ചൻ വിളിച്ചു. കുര്യച്ചൻ്റെ ആ വിളിയിൽ തൻ്റെ ശരീരത്തിൻ്റെ തളർച്ച പോലും മറന്ന് ധ്രുവി അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ ചേർന്നു. എന്നെ ഇവിടുന്ന് കൊണ്ടുപോകുമോ അപ്പച്ച? എനിക്ക് പറ്റുന്നില്ല. മരിച്ചാലും വേണ്ടില്ല, എനിക്ക് ഈ വേദന സഹിക്കാൻ പറ്റുന്നില്ല. ശരീരം മുഴുവൻ തീ പൊള്ളുന്നത് പോലെ തോന്നുക. ഇനി കീമോ ചെയ്യിപ്പിക്കല്ലേ അപ്പച്ച? ധ്രുവിയുടെ വാക്കുകൾ കേട്ടു നിന്നവരെല്ലാം കരച്ചിലടക്കി പിടിച്ചു പുറത്തേക്കിറങ്ങി. പിടിച്ചു വെച്ച കണ്ണുനീർ മുഴുവൻ ആ മുറിക്ക് വെളിയിൽ അണപൊട്ടി ഒഴുകി തുടങ്ങി. ഐസക് ഡോക്ടർ ജോണിനെയും മാത്യൂസിനെയും തൻ്റെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. ഇപ്പോൾ ധ്രുവിയെ ഡിസ്ചാർജ് ചെയ്യുവാണ്. ആ കുട്ടിയുടെ ശരീരം കീമോതെറാപ്പി താങ്ങില്ല.
ഇപ്പോൾ മരുന്ന് സ്റ്റാർട്ട് ചെയ്യാം, അത് മുടങ്ങാതെ കൊടുക്കുക. 1 വീക്ക് കഴിഞ്ഞ് ഇമ്മ്യൂണോതെറാപ്പി തുടങ്ങാം, ഐസക് ഡോക്ടർ പറഞ്ഞു. ഇമ്മ്യൂണോതെറാപ്പി പ്രത്യേക ക്യാൻസർ കോശങ്ങളെ ആക്രമിക്കാനും കൊല്ലാനും ഇത് ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തെ നയിക്കുന്നു. ധ്രുവിയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിയപ്പോൾ മുതൽ ധ്രുവി തീർത്തും മൂകമായിരുന്നു. മുറിക്കുള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടി. പാലമറ്റത്തിലെ ചിരിയും കളിയും സന്തോഷവും എല്ലാം കെട്ടടങ്ങിയിരുന്നു. ഇതൊന്നും അറിയാതെ ക്രിസ്റ്റി തൻ്റെ പ്രാണനെ തന്നോട് ചേർക്കാൻ അവൾക്കരികിലേക്ക് എത്തിയിരുന്നു. ക്രിസ്റ്റി 12 മണിയോടുകൂടി ക്ലാരയുടെ വീടിന് മുൻപിലെത്തി. പതിവ് പോലെ ജീപ്പ് റോഡരികിൽ ഒതുക്കി മതിൽ ചാടി. ധ്രുവി കിടക്കുന്ന റൂമിനരികിലേക്ക് ചെന്ന് ജനൽ തുറക്കാൻ നോക്കിയെങ്കിലും നിരാശയായിരുന്നു ഫലം. ജനലകത്തു നിന്നും പൂട്ടിയിരിക്കുന്നു. കുറച്ചു സമയം കൂടി അവിടെ നിന്നിട്ട് ക്രിസ്റ്റി വീട്ടിലേക്ക് മടങ്ങി. ധ്രുവിയെ ഹോസ്പിറ്റലിൽ നിന്നും പാലമറ്റത്തിലേക്കാണ് കൊണ്ടുവന്നത്. ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം ആരോടും സംസാരിച്ചിട്ടില്ലവൾ. ആരും ധ്രുവിയെ കൂടുതലൊന്നും ചോദിച്ചു ബുദ്ധിമുട്ടിച്ചുമില്ല. ക്രിസ്റ്റി വീട്ടിലെത്തിയപ്പോൾ മുൻവശത്തെ ഡോർ തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു. ക്രിസ്റ്റി ഒരു സംശയത്തോടെ അകത്തേക്ക് കയറി. കുര്യച്ചൻ ഹാളിൽ സെറ്റിയിലിരിപ്പുണ്ട്. തൊട്ടരികിൽ ജോണും മാത്യൂസും. എല്ലാവരുടെയും മുഖത്ത് വിഷാദഭാവമാണ്. ക്രിസ്റ്റി എല്ലാവരെയും മാറി മാറി നോക്കി. ക്രിസ്റ്റി വന്നതുപോലും അറിയാതെ എല്ലാവരും മറ്റേതോ ലോകത്താണ്. അപ്പച്ചാ, ക്രിസ്റ്റി പതുക്കെ കുര്യച്ചൻ്റെ തോളിൽ തട്ടി വിളിച്ചു. ഹേ, നീ വന്നോ? ചെറുതായി ഒന്ന് ഞെട്ടിക്കൊണ്ട് കുര്യച്ചൻ ചോദിച്ചു. നന്നായി കരഞ്ഞതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ശബ്ദമടഞ്ഞിരുന്നു. നിങ്ങൾക്കൊക്കെ ഇതെന്താ പറ്റിയേ? ആരെങ്കിലും കയറി വന്നാൽ പോലും ആരും അറിയില്ലല്ലോ. ക്രിസ്റ്റി ചോദിച്ചെങ്കിലും ആരും ഒന്നും മിണ്ടിയില്ല. ക്രിസ്റ്റി കുറച്ചു സമയം എല്ലാവരെയും നോക്കി നിന്നു. ഓരോരുത്തരായി മുറിയിലേക്ക് പോയി തുടങ്ങി. എല്ലാ റൂമിലും ലൈറ്റ് തെളിഞ്ഞു കിടപ്പുണ്ട്. ആരും ഉറങ്ങിയിട്ടില്ല എന്ന് ക്രിസ്റ്റിക്ക് മനസ്സിലായി. ക്രിസ്റ്റി തൻ്റെ റൂമിലേക്ക് കയറുന്നതിന് മുൻപ് ധ്രുവി നേരത്തെ ഉപയോഗിച്ചിരുന്ന റൂമിലേക്ക് നോക്കി. ക്രിസ്റ്റിയുടെ ഹൃദയതാളം മുറുകുന്നതായി അവന് തോന്നി. ഇടിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് ക്രിസ്റ്റിക്ക് ഉറക്കം വന്നില്ല. ക്രിസ്റ്റിക്ക് മാത്രമല്ല, ആ വീട്ടിൽ ആർക്കും ആ രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല. രാവിലെ 9 മണിയോട് കൂടെയാണ് ക്രിസ്റ്റി എഴുന്നേറ്റത്. റൂമിന് പുറത്തേക്കിറങ്ങിയ ക്രിസ്റ്റി കാണുന്നത് സ്റ്റെയർ കയറി വരുന്ന സ്റ്റെല്ലയെയാണ്. ക്രിസ്റ്റിയുടെ കണ്ണുകൾ സന്തോഷത്തോടെ ഒന്ന് വിടർന്നു എങ്കിലും പിന്നീട് അത് മങ്ങി. ഉറക്കക്ഷീണം നന്നായി ആ മുഖത്ത് എടുത്തറിയാനുണ്ട്. കരഞ്ഞ കണ്ണും മുഖവും ഒക്കെ വീർത്തിട്ടുണ്ട്. സ്റ്റെല്ല ക്രിസ്റ്റിയെ കണ്ടിരുന്നില്ല. ചുറ്റുമുള്ളതൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയ അവസ്ഥയിലായിരുന്നില്ല അവൾ. ചാരിയിട്ടിരുന്ന ധ്രുവിയുടെ റൂം തുറന്ന് സ്റ്റെല്ല അകത്തേക്ക് കയറി വാതിൽ ചാരി. ബെഡിൽ ചുരുണ്ടുകൂടി കിടക്കുന്നവൾക്കരികിലേക്ക് സ്റ്റെല്ല പതിയെ ഇരുന്നു. ധ്രുവി. സ്റ്റെല്ല ധ്രുവിയുടെ തോളിൽ കൈവച്ചുകൊണ്ട് വിളിച്ചു. ധ്രുവി തലതെറിച്ച് സ്റ്റെല്ലയെ നോക്കി. ധ്രുവിയുടെ മുഖം കണ്ട് നിറഞ്ഞു തുളുമ്പാറായ കണ്ണുകളെ സ്റ്റെല്ല ശാസനയോടെ തടഞ്ഞു നിർത്തി. ധ്രുവി, എന്ത് കിടപ്പാടായത്? നീ വാ, നമുക്ക് പുറത്തേക്കൊക്കെ ഒന്ന് പോയിട്ട് വരാം, സ്റ്റെല്ല അവളോട് പറഞ്ഞു. ഞാനില്ല സ്റ്റെല്ല, എനിക്ക് വയ്യടാ. ശരീരം തളരുന്നത് പോലെ തോന്നുക. മരിച്ചാൽ മതി. എന്തിനാ ഇങ്ങനെ മറ്റുള്ളവർക്ക് ഭാരമായിട്ട് ജീവിക്കുന്നേ? ധ്രുവി വിഷമത്തോടെ അവളോട് പറഞ്ഞു. ധ്രുവി. സ്റ്റെല്ല ദയനീയമായി അവളെ വിളിച്ചു. വയ്യ സ്റ്റെല്ല, മടുത്തു എനിക്ക്. ഭയങ്കര വേദനയാടാ. ഇനിയും വയ്യ എന്നെക്കൊണ്ട് ഈ വേദന സഹിക്കാൻ. ഇച്ചായൻ എന്നെ സ്നേഹിക്കാഞ്ഞത് നന്നായി അല്ലേ സ്റ്റെല്ല? ഇച്ചായൻ വെറുപ്പാണെന്ന് പറയുമ്പോൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ട് ഞാൻ. പക്ഷേ ഇപ്പോൾ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഇച്ചായൻ എന്നെ സ്നേഹിക്കാത്തതിൽ. ഞാൻ മരിച്ചാൽ നീ ഇച്ചായനോട് പറയണം, ഒരിക്കലും ഞാൻ വെറുത്തിട്ടില്ലെന്ന്. ഒരുപാട് ഇഷ്ടമായിരുന്നു എനിക്ക് ഇച്ചായനെ. ധ്രുവി നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ അവളോട് പറഞ്ഞു. നീ ഇതെന്തൊക്കെയാ ധ്രുവി പറയുന്നേ? ഈ വീട്ടിലുള്ള ആരെങ്കിലും അങ്ങനെ നിന്നെ മരണത്തിന് വിട്ടുകൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? നീ ഇപ്പോൾ ഇങ്ങനൊന്നും ചിന്തിക്കല്ലേ. ഡോക്ടർ പറഞ്ഞത് നീയും കേട്ടില്ലേ? ചികിത്സ മാത്രം പോരാ, നിനക്ക് ആത്മവിശ്വാസം കൂടി വേണം, സ്റ്റെല്ല അവളോട് പറഞ്ഞു. എന്തിനു വേണ്ടി? ജീവിക്കാൻ എനിക്കിപ്പോൾ ഒരു പ്രതീക്ഷയുമില്ല. ആദ്യം അച്ഛൻ, പിന്നെ എൻ്റെ എല്ലാം ആയിരുന്ന എൻ്റെ അമ്മയും എന്നെ വിട്ടുപോയി. കഴുത്തിലൊരു താലി വീണപ്പോൾ വീണ്ടും ജീവിക്കാൻ കൊതി തോന്നി. പക്ഷേ ഈ താലി എനിക്ക് തന്നത് വേദന മാത്രമാണ്. ഇനിയും വയ്യെനിക്ക്. ഇത്രയും നാൾ മനസ്സിനായിരുന്നു വേദന, ഇപ്പോൾ അത് ശരീരത്തിലേക്കും വ്യാപിച്ചു തുടങ്ങി. എന്നെ താങ്ങി നിർത്താൻ പോലും ഇപ്പോൾ എൻ്റെ ശരീരത്തിന് കഴിയുന്നില്ല. ഈ വേദന അനുഭവിക്കുന്ന ഓരോ നിമിഷവും ഞാൻ ആത്മാർത്ഥമായി തന്നെ മരണത്തെ ആഗ്രഹിക്കുന്നുണ്ട്. നിർജീവമായിരുന്നു ധ്രുവി പറയുമ്പോൾ സ്റ്റെല്ലയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എല്ലാം കേട്ടുകൊണ്ട് ആ റൂമിന് പുറത്തു നിന്നവൻ്റെ ഹൃദയത്തിലേക്കാണ് ധ്രുവിയുടെ ഓരോ വാക്കും വന്ന് തറച്ചത്. ധ്രുവി. സ്റ്റെല്ല കരഞ്ഞുകൊണ്ട് അവളെ വിളിച്ചു. പ്ലീസ് സ്റ്റെല്ല, എനിക്കൊന്ന് കിടക്കണം, എന്നെ തനിച്ചു വിട്ടേക്ക്. അപേക്ഷ പോലെ ധ്രുവി പറഞ്ഞതും സ്റ്റെല്ല കരഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി. വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങിയതും മുന്നിൽ നിൽക്കുന്ന ആളെ വിശ്വാസം വരാതെ സ്റ്റെല്ല ഒന്ന് നോക്കി നിന്നു. ക്രിസ്റ്റി എല്ലാം കേട്ടെന്ന് സ്റ്റെല്ലയ്ക്ക് മനസ്സിലായി. അവൻ്റെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളിലേക്ക് നോക്കി പൊട്ടിക്കരഞ്ഞുകൊണ്ട് സ്റ്റെല്ല പുറത്തേക്കിറങ്ങി ഓടി. ക്രിസ്റ്റി വിറയ്ക്കുന്ന കാലടികളോടെ ആ മുറിയിലേക്ക് കയറി. വെറും തറയിൽ ഭിത്തിയോട് ചേർന്ന് മുട്ടിൽ മുഖം പൂഴ്ത്തിയിരിക്കുന്നവളുടെ അരികിലേക്ക് ക്രിസ്റ്റി ചെന്നിരുന്നു. കുഞ്ഞാ.
ഇടറുന്ന ശബ്ദത്തോടെ ക്രിസ്റ്റി ധ്രുവിയുടെ അടുത്ത് ചെന്നിരുന്നു വിളിച്ചു. മുഖമുയർത്തി തനിക്ക് നേരെ നോക്കിയവളെ കാണെ ക്രിസ്റ്റിയുടെ ഹൃദയം പിടഞ്ഞു. വാടിത്തളർന്ന മുഖം, ക്ഷീണം വിളിച്ചോതുന്ന കണ്ണുകൾ, മുഖത്തും ചുണ്ടിലും കരിവാളിപ്പ് പടർന്നു തുടങ്ങി. എന്താടാ, എന്താ എൻ്റെ കുഞ്ഞിന് പറ്റിയേ? ധ്രുവിയുടെ മുഖം തൻ്റെ കൈകളിൽ കോരിയെടുത്ത് ചോദിക്കുമ്പോൾ ക്രിസ്റ്റിയും കരഞ്ഞിരുന്നു. അവൻ്റെ നെഞ്ചോരം ചേർന്നിരുന്ന് പൊട്ടിക്കരയാൻ ആഗ്രഹിച്ച തൻ്റെ മനസ്സിനെ ധ്രുവി തടഞ്ഞു നിർത്തിക്കൊണ്ട് മുഖത്തിരുന്ന ക്രിസ്റ്റിയുടെ കൈകൾ തട്ടിമാറ്റി. കുഞ്ഞാ, ഇടർച്ചയോടെ ക്രിസ്റ്റി വിളിച്ചു. വിളിക്കരുതെന്നെ അങ്ങനെ. ക്ഷീണം നിറഞ്ഞ ആ സ്വരത്തിൽ വല്ലാത്തൊരു ദൃഢതയുണ്ടായിരുന്നു. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾക്കെന്താ? എന്തിനാ ഇപ്പോൾ എൻ്റെ കാര്യങ്ങൾ തിരക്കുന്നേ? എൻ്റെ കാര്യത്തിൽ ഇടപെടാനുള്ള എന്ത് അവകാശമാണ് നിങ്ങൾക്കുള്ളത്? എല്ലാ ബന്ധവും നിങ്ങൾ തന്നെ പറഞ്ഞ് അവസാനിപ്പിച്ചതല്ലേ? പിന്നെയും എന്നെ വേദനിപ്പിക്കാൻ വേണ്ടി എന്തിന് ഇങ്ങനെ എൻ്റെ മുൻപിലേക്ക് വരുന്നത്? ധ്രുവി ക്രിസ്റ്റിയോട് ചോദിച്ചു. തൊട്ടു പോകരുതെന്നെ, പൊയ്ക്കോ എൻ്റെ മുമ്പിൽ നിന്ന്. തറയിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് ധ്രുവി പറഞ്ഞു. കുഞ്ഞാ, ഞാൻ പറ്റില്ലടി നിൻ്റെ ഇച്ഛായന് നീയില്ലാതെ. നിൻ്റെ ഈ കോലം കണ്ടിട്ട് എൻ്റെ ചങ്ക് പിടയുക. എന്താടാ, എന്താ എൻ്റെ കുഞ്ഞിനെ പറ്റിയേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇച്ഛായനോട് പറ കുഞ്ഞാ. കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ പലപ്പോഴും ക്രിസ്റ്റിയുടെ വാക്കുകൾ ഇടറിയിരുന്നു. എനിക്ക് കുറച്ച് സമയം ഒന്ന് തനിച്ചിരിക്കണം. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. എൻ്റെ മുന്നിൽ നിന്നൊന്ന് പോകാമോ? നിങ്ങളെ കാണുന്ന ഓരോ നിമിഷവും എൻ്റെ വേദന കൂടുക. ഇനിയും നിങ്ങളിവിടെ നിന്നാൽ ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോകും. കരഞ്ഞുകൊണ്ട് ധ്രുവി പറയുന്ന ഓരോ വാക്കുകളും ക്രിസ്റ്റിയുടെ ഹൃദയത്തെ തകർത്തിരുന്നു. ഇപ്പോൾ അവളെ തനിച്ചു വിടുന്നതാണ് നല്ലതെന്ന് ക്രിസ്റ്റിക്കും തോന്നി. ക്രിസ്റ്റി ധ്രുവിയെ ഒന്ന് നോക്കിക്കൊണ്ട് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിയ നിമിഷം ധ്രുവി ആ വാതിൽ കൊട്ടി അടച്ചിരുന്നു. അടഞ്ഞു കിടക്കുന്ന വാതിലിലൂടെ ഊർന്ന് നിലത്തേക്കിരുന്ന് ധ്രുവി പൊട്ടിക്കരഞ്ഞു. എനിക്കറിയാം ഇച്ചായ, ഇപ്പോൾ ആ മനസ്സ് മുഴുവൻ എന്നോടുള്ള സ്നേഹമാണെന്ന്. പക്ഷെ അതനുഭവിക്കാൻ എനിക്ക് ഭാഗ്യമില്ല. എൻ്റെ ഇച്ചായനെ ഇപ്പോൾ എനിക്ക് വേദനിപ്പിച്ചേ പറ്റൂ. എന്നോട് ക്ഷമിക്കണേ ഇച്ചായ. മുട്ടിലേക്ക് മുഖം പൂഴ്ത്തിയിരുന്ന് ധ്രുവി കരയുമ്പോൾ അതേ വാതിലിൽ ചാരിയിരുന്ന് മറുവശത്ത് ക്രിസ്റ്റിയും പൊട്ടിക്കരയുകയായിരുന്നു അവൻ്റെ കുഞ്ഞിന് വേണ്ടി. രാവിലെ ആഹാരം കൊടുത്തിട്ട് ധ്രുവി കഴിച്ചിരുന്നില്ല. 10 മണി കഴിഞ്ഞ് ധ്രുവിക്കുള്ള ആഹാരവുമായി വന്ന ട്രീസ കാണുന്നത് ധ്രുവിയുടെ റൂമിൻ്റെ വാതിലിൽ ചാരിയിരുന്ന് കരയുന്ന ക്രിസ്റ്റിയെയാണ്. ട്രീസ പതുക്കെ ക്രിസ്റ്റിയുടെ തോളിൽ കൈയമർത്തി. പെട്ടെന്ന് തന്നെ ക്രിസ്റ്റി ട്രീസയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അവരും കരഞ്ഞു പോയിരുന്നു. എന്താ കുഞ്ഞാൻറ്റി, എന്താ എൻ്റെ കുഞ്ഞിന് പറ്റിയേ? ആരെങ്കിലും ഒന്ന് പറയുമോ? ക്രിസ്റ്റി അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തേങ്ങി. എഴുന്നേറ്റ് വാ. ട്രീസ ക്രിസ്റ്റിയുമായി താഴേക്ക് പോയി. ആ വീട്ടിലുള്ള എല്ലാവരും ഹാളിലുണ്ടായിരുന്നു. പലരും കരയുകയാണ്. പലരുടെയും കണ്ണീർ പോലും വറ്റിയിരിക്കുന്നു. ക്രിസ്റ്റി കുര്യച്ചൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. എന്തു വന്നാലും ഉറച്ച മനസ്സോടെ നേരിടുന്ന തൻ്റെ അപ്പൻ കരയുന്നത് കൂടി കണ്ടപ്പോൾ ക്രിസ്റ്റി ആകെ വല്ലാതെയായി. എന്താ അപ്പച്ച, എന്താ എൻ്റെ കുഞ്ഞിന് പറ്റിയേ? കുര്യച്ചൻ്റെ അടുത്ത് ചെന്ന് മുട്ടുകുത്തിയിരുന്നു കൊണ്ട് ക്രിസ്റ്റി ചോദിച്ചു. ധ്രുവി ഹോസ്പിറ്റലായ കാര്യവും ധ്രുവിയുടെ രോഗത്തെപ്പറ്റിയും ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാത്യൂസാണ് ക്രിസ്റ്റിയോട് പറഞ്ഞത്. എല്ലാം കേട്ടുകഴിഞ്ഞതും തലയിൽ കൈതാങ്ങിയിരുന്ന് ക്രിസ്റ്റി പൊട്ടിക്കരഞ്ഞു. ക്രിസ്റ്റിയുടെ മനസ്സിലെ സംഘർഷം എടുത്തു കാട്ടും പോലെ അവൻ്റെ കൈകൾ ഇടയ്ക്ക് മുടിയിൽ മുറുകി. സ്നേഹിച്ചു തുടങ്ങിയതല്ലേ ഉള്ളൂ കർത്താവെ ഞാൻ എൻ്റെ കുഞ്ഞിനെ. അപ്പോഴേക്കും എന്നിൽ നിന്നും തട്ടിപ്പറിക്കരുതേ. ഒരു വിധിക്കും ഞാൻ വിട്ടുതരില്ല ഞാൻ എൻ്റെ കുഞ്ഞിനെ. ഈ ക്രിസ്റ്റിയുടെ മരണം വരെ എൻ്റെ ഇടനെഞ്ചോട് ചേർന്ന് എൻ്റെ പെണ്ണായി എൻ്റെ കൂടെ ഉണ്ടാകും അവൾ. ക്രിസ്റ്റിയുടെ ഹൃദയം ആർത്തലച്ചുകൊണ്ടിരുന്നു. തോളിലൊരു കരസ്പർശമറിഞ്ഞ് ക്രിസ്റ്റി മുഖമുയർത്തി നോക്കി. നിറക്കണ്ണുകളോടെ നിൽക്കുന്ന കുര്യച്ചനെയാണ് ക്രിസ്റ്റി കണ്ടത്. ഒരുപാട് അനുഭവിക്കുന്നുണ്ട് മോനെ ആ പാവം. എൻ്റെ മോനായിട്ട് ഇനിയും അതിനെ വേദനിപ്പിക്കല്ലേ. കർത്താവ് പോലും പൊറുക്കുകയല്ല മോനെ നിന്നോട്. ഇടയ്ക്ക് പലപ്പോഴും കുര്യച്ചൻ്റെ ശബ്ദം ഇടറിയിരുന്നു. മറുപടിയൊന്നും പറയാതെ ക്രിസ്റ്റി വിഷാദം നിറഞ്ഞൊരു പുഞ്ചിരി നൽകിക്കൊണ്ട് ശരവേഗത്തിൽ ധ്രുവി കിടക്കുന്ന മുറിയിലേക്കോടി. ചാരിയിട്ടിരുന്ന റൂം തള്ളി തുറന്ന് അകത്തേക്ക് കയറി ക്രിസ്റ്റി ഡോർ ലോക്ക് ചെയ്തു. ഡോർ തള്ളി തുറക്കുന്ന ശബ്ദം കേട്ട് ധ്രുവി ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു. തനിക്ക് മുന്നിൽ നിൽക്കുന്ന ക്രിസ്റ്റിയെ കണ്ട് ധ്രുവി എന്തോ പറയാൻ തുടങ്ങിയതും കാറ്റുപോലെ പാഞ്ഞു വന്ന് ക്രിസ്റ്റി ധ്രുവിയെ ഇറുകെ പുണർന്നിരുന്നു. ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന പോലെ ഇറുകെ അവളെ പുണർന്നിരുന്നു ക്രിസ്റ്റി. ശ്വാസം പോലും കടക്കാൻ ഇട നൽകാതെ ധ്രുവിയെ ക്രിസ്റ്റി തൻ്റെ നെഞ്ചോട് ചേർത്തു.